ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ പെപ്പറൊക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണത് എന്താണെന്നല്ലേ ഞങ്ങൾ നോക്കുന്നത്. വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോൺസ് റോസ്റ്റിൻ്റെ അല്ലെങ്കിൽ അഥവാ കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഗൈസ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? സോ ഗൈസ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൊഞ്ചിനെ ഇവിടെ വൃത്തിയാക്കി ഇതുപോലെ മഞ്ഞൾ ഉപ്പ് ഇട്ടൊന്ന് വേവിച്ചെടുക്കുക. നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മഞ്ഞൾ ഉപ്പ് ഇട്ട് വേവിച്ചെടുക്കുക. പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാലയ്ക്കുള്ള ഐറ്റംസ് ഇവിടെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ഇത്രയാണ് കേസ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്താലോ? ഇതുപോലൊരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ചട്ട ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കടുകിനെ ഇട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു. സോ അപ്പോൾ ഗൈസ്, നമ്മൾ വെളിച്ചെണ്ണ ഇവിടെ ഏറെക്കുറെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മുടെ നാടൻ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി, കാരണം എപ്പോഴും റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡായി വരുന്നവരേക്കും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്നാലേ അതിൻ്റെ ഫ്ലേവർ ശരിക്കും നമുക്കിതിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊന്ന് ബ്രൗൺ ഷെയ്ഡായി വരുന്നവരേക്കും നമുക്കിതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം ഒരുവിധം ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സ്പൈസിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3 പച്ചമുളകാണ് എടുത്തേക്കുന്നത് ഗൈസ്. അപ്പം ആ 3 പച്ചമുളക് നമുക്കിതിലോട്ട് ഇങ്ങനെ നടുവെന്ന് കീറിയിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഗൈസ്. ഏറെക്കുറെ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് എരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, ഞാനൊരു 2 സവാള എടുത്തിട്ടുണ്ട്. 2 സവാളയും നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഈ സവാള ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിരിക്കും. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കുക. ആദ്യം തന്നെ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇതുപോലെ മിക്സാക്കുക നന്നായിട്ട്. ഇനി ഇതൊന്ന് വഴണ്ട് കിട്ടേണ്ടിയിരിക്കുന്നു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പാണ് ഗൈസ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 1/4 ടീസ്പൂണോളം ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് നല്ല റോസ്റ്റ് പരുവത്തിൽ വഴട്ടിയെടുക്കാം. അപ്പം നമ്മൾ ഇതിനൊന്ന് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വഴട്ടിയെടുക്കാം ഗൈസ്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതൊന്ന് വഴട്ടിയെടുക്കാൻ. കാരണം കരിഞ്ഞു പോയാൽ നാശപ്പെട്ടു പോകും നമ്മുടെ റോസ്റ്റ്. അപ്പോൾ നമ്മളെ കൊഞ്ച് ഇവിടെ ഓൾറെഡി നല്ല ബോയിലായി കിടപ്പുണ്ട്. നമ്മുടെ മസാല റെഡി ആയതിന് ശേഷം നമുക്ക് കൊഞ്ചിനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഏറെക്കുറെ നമ്മുടെ എന്താ പറയുക, മസാല ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഞാനൊരു 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഗൈസ്. അതിട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഇട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ മഞ്ഞൾ എല്ലായിടത്തും ഒന്ന് എത്തണം. അപ്പോൾ നമ്മുടെ മഞ്ഞളും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഗൈസ് ഇത് റോസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ നമുക്കിതിലിട്ട് ഒന്ന് വഴട്ടിയെടുക്കാം. സോ ഗൈസ്, അപ്പോൾ തക്കാളിക്ക് ഒത്തിരി വേവില്ലാത്ത കാരണമാണ് നമ്മൾ തക്കാളി ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇനി തക്കാളിയും കൂടെ ഇട്ട് ഒന്ന് നമുക്കിതിനെ നന്നായിട്ട് വഴട്ടിയെടുക്കാം. ഒരു അരമണിക്കൂർ പോലും വേണ്ട. വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ ചെമ്മീൻ റോസ്റ്റെന്നോ കൊഞ്ച് റോസ്റ്റെന്നോ പ്രോൺസ് റോസ്റ്റെന്നോ ഒക്കെ പറയാം. ഇനി നമുക്ക് നമ്മുടെ സംഭവമൊക്കെ ഇവിടെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സ്പൈസി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങൾ സ്പൈസി ആഡ് ചെയ്യുക. ഞങ്ങൾക്ക് അത്യാവശ്യം സ്പൈസിയൊക്കെ കഴിക്കുന്നവരായതുകൊണ്ട് ഞങ്ങളൊരു
2 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം 1 ടീസ്പൂണോളം ഗരം മസാലയും നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടെ കിടന്നൊന്ന് മൂക്കുന്നവരേക്കും നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ പ്രോൺസ് റോസ്റ്റിൻ്റെ അല്ലെങ്കിൽ കൊഞ്ച് റോസ്റ്റിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ചെമ്മീനെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കൊഞ്ചിനെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കണം ഗൈസ്. അപ്പോൾ നമ്മുടെ മസാല ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രോൺസിന് ആഡ് ചെയ്ത് കൊടുത്താലോ. ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പ്രോൺസ് അതുപോലെ തന്നെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതേപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഇതൊന്ന് റോസ്റ്റായി കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ കൊഞ്ച് കുക്ക് ചെയ്ത് വെച്ചിരുന്നതായതുകൊണ്ട് ഇനി നമുക്കധികം ടൈമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഐറ്റംസാണ്, വേറെ ഒന്നുമല്ല. നമ്മുടെ പെപ്പർ പൗഡറാണ് ഇനി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാനുള്ളത്. ലാസ്റ്റ് ഫൈനലിൽ നമ്മൾ ഇതുപോലെ 1 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ പ്രോൺസ് റോസ്റ്റ് അഥവാ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കൊഞ്ച് റോസ്റ്റിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. സോ വളരെ സിമ്പിളായിട്ടും വളരെ ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഗൈസ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ഗൈസ്. ഇതുപോലെ കുഞ്ഞു റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. God bless you.